മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്ന ഒബ്ജക്ട്സ്, വസ്തുക്കൾ, ആർട്ടിഫാക്ട്സുകൾ പലപ്പോഴും എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഒബ്സർവ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ അത് കാണാൻ വരുന്ന വ്യക്തി മനസ്സിലാക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ ആ വസ്തുവിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി അറിയേണ്ടത് ആവശ്യമായിട്ട് വരും. എറണാകുളം കാത്തലിക് ആർട്ട് മ്യൂസിയത്തിനകത്ത്, അതായത് മേജർ ആർച്ച് ബിഷപ്സ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതും മാർലോയിസ് ബുക്ക് സെൻറ്ററിൻ്റെ പുറകിലായിട്ടുള്ളതുമായ കാത്തലിക് ആർട്ട് മ്യൂസിയത്തിനകത്ത് സൂക്ഷിക്കപ്പെടുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റാച്യുകളുണ്ട്, രൂപങ്ങൾ. ഒന്ന് ഉണ്ണീശോയുടെ രൂപമാണ്, മറ്റൊന്ന് മാതാവിൻ്റെ രൂപമാണ്, വേറൊന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ രൂപമാണ്. ഈ 3 രൂപങ്ങളും എറണാകുളം അതിരൂപതാ കേന്ദ്രത്തിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന 3 രൂപങ്ങളാണ്. അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ. മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പൊലീത്തയുടെ കാലത്ത് ഏതോ പുരാതന ദേവാലയങ്ങളിൽ നിന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വളരെ പൂജ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്ന സാധനമാണ്. അതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, എത്ര നൂറ്റാണ്ട് അതിന് പഴക്കമുണ്ടെന്നുള്ളത് ഇതുവരെയും കൃത്യമായിട്ട് അത് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാർബൺ ടെസ്റ്റ് നടത്തിയാൽ തന്നെയും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ കൃത്യമായ ഒരു കാലഘട്ടം വെളിപ്പെടുത്തുക സാധ്യമല്ല. കാരണം പുരാവസ്തുവായിട്ട് കുഴിച്ചെടുത്തതല്ല അത്, മറിച്ച് പള്ളികളിൽ പരസ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്ന സാധനമാണ്. പിൽക്കാലത്ത് ഉപയോഗിക്കാതെ വന്നപ്പോൾ അത് അവിടുത്തെ ഏതോ സ്റ്റോർ റൂമിലേക്ക് മാറ്റപ്പെട്ടു. അത് അവിടെ നിന്നും കണ്ടത്തിൽ മെത്രാപ്പൊലീത്തയുടെ കാലത്ത് അതിരൂപതാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അത്രമാത്രമേ നമുക്കതിനെക്കുറിച്ചുള്ള ചരിത്രം അറിയാൻ പാടുള്ളൂ. പക്ഷേ അത്തരം സ്റ്റാച്യുകൾ എങ്ങനെ പോയാലും പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുണ്ടായതാണ് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ ആർട്ട് വർക്കിൻ്റെ പ്രത്യേകതകളാണ്. ആ 3 സ്റ്റാച്യൂസിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ സ്റ്റാച്യു മാതാവിൻ്റെ രൂപമാണ്. 1 അടി കഷ്ടി ഉയരമുള്ള ഒരു കൊച്ചു സ്റ്റാച്യു ആണ്. ആ സ്റ്റാച്യുവിന് മാതാവിൻ്റെ തലയിൽ ഒരു മുണ്ടിട്ടിട്ടില്ല, വെയിലില്ലാത്ത ഒരു സ്റ്റാച്യു ആണ്. അതായത് മുടി കൊണ്ട് ശരീരം മുഴുവനും കവർ ചെയ്തിരിക്കുകയാണ്. വിദേശത്തു നിന്നും കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റാച്യൂസിൻ്റെ പ്രത്യേകത, അത് മാതാവിൻ്റെ തലയിൽ എപ്പോഴും ഒരു വെയിലുണ്ടായിരിക്കും. ആ വെയിൽ മുടി ഒരിക്കലും പുറത്ത് കാണിക്കാത്ത രീതിയിലാണ്. കൂടി വന്നാൽ നെറ്റിത്തടത്തിലുള്ള മുടി മാത്രമേ പുറത്ത് കാണിക്കാറുള്ളൂ. മറ്റ് മുടി പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള സ്റ്റാച്യൂസ് ഒന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. എന്നാൽ ഈ രൂപത്തിൻ്റെ പ്രത്യേകത, തലയിൽ വെയിലൊന്നുമില്ല, മറിച്ച് ശരീരം മുഴുവനും മുടി കൊണ്ട് ആവരണം ചെയ്തിരിക്കുകയാണ്, കവർ ചെയ്തിരിക്കുകയാണ്. കയ്യിൽ ഉണ്ണീശോയുടെ രൂപമുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ വസ്ത്രം ടിപ്പിക്കൽ ഈ കേരള കൾച്ചറിൽ ഒരു 4-5 നൂറ്റാണ്ട് മുമ്പ് സ്ത്രീകൾ വസ്ത്രം ധരിച്ചിരുന്ന അതേ രീതിയിൽ, അതേസമയം തന്നെ അതിന് ഈ ബുദ്ധിസ്റ്റ് കൾച്ചറുമായിട്ട് വളരെ സാമ്യം കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ രൂപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നീണ്ട കാതുകളാണ്, വൈഡ് ഓപ്പൺ ഐസ്. അതായത് വളരെ തുറന്നു പിടിച്ച കണ്ണുകൾ, നീളമുള്ള കാതുകൾ. ഇതെല്ലാം ഒരു ബുദ്ധിസ്റ്റ് ആർട്ടിൻ്റെ സങ്കല്പങ്ങളാണ് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു സ്റ്റാച്യു ആണ് ഉണ്ണീശോയുടെ രൂപം. അതിന്മേലും ബുദ്ധൻ്റെ സ്റ്റാച്യുവിൽ നമ്മൾ കാണുന്ന ഒരുപാട് സവിശേഷതകൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, നീളം കൂടിയ കാതുകൾ, വൈഡ് ഓപ്പൺ ഐസ്, വളരെ വിശാലമായിട്ട് തുറന്നു പിടിച്ചിരിക്കുന്ന കണ്ണുകൾ, പിന്നെ ചുരുണ്ട മുടി, കേളിങ് ഹെയർ, പിന്നെ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ, പിന്നെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു താമരപ്പൂവിനെയും കാണാനായിട്ട് സാധിക്കും. അതായത് ഈ സ്റ്റാച്യു ഉണ്ണീശോയുടെയാണെന്നുള്ളത് ഗ്ലോബ് കൈ പിടിച്ചിട്ടുണ്ട്, കൈവിരൽ 2 ആശീർവദിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പിടിച്ചു വച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്ത്യൻ ബെൽറ്റ് അരയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാച്യുവിനകത്ത് ഒരു സമന്വയം, ബുദ്ധിസ്റ്റ് കലകളുടെയും ക്രിസ്ത്യൻ കലയുടെയും ഒരു സമന്വയം, ഒരു സിങ്ക്രറ്റിസം അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതാണ് ആ സ്റ്റാച്യുവിൻ്റെ പ്രത്യേകത. 3ാമത്തെ ഒരു സ്റ്റാച്യു വിശുദ്ധ ഗീവർഗീസിൻ്റെ സ്റ്റാച്യു ആണ്. ആ വിശുദ്ധ ഗീവർഗീസിൻ്റെ സ്റ്റാച്യുവിൻ്റെ പ്രത്യേകത, അവിടെ അദ്ദേഹം ഇരിക്കുന്നത് ശരിക്കും ഒരു കുതിരപ്പുറത്തിരിക്കുന്ന പോലെയല്ല, മറിച്ച് ഒരു ആനയുടെ പുറകിലിരിക്കുന്ന വ്യക്തി കാല് 2 മടക്കിയിരിക്കുന്ന പോലെയാണ്. ഒരു കാല് മടക്കിയും ഒരു കാല് താഴേക്ക് തൂക്കിയുമാണ് ഇരിക്കുക. 2ാമത്തേത്, അദ്ദേഹത്തിൻ്റെ തലയിൽ ഹെൽമെറ്റില്ല, പകരം ഒരു തുണി കൊണ്ടുള്ളൊരു കെട്ടും അതിൻ്റെ മുകളിൽ ഒരു താമരപ്പൂവുമാണ് വെച്ചിരിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ
ഇരിക്കുന്ന ആ ജീവിയുടെ കുതിരയുടെ സവിശേഷത കുതിരയുടെയോ കഴുതയുടെയോ രൂപമല്ല, അതിന് മറ്റെന്തോ ഒരു രൂപം. അങ്ങനെ ഒരു, അതായത് അതുണ്ടാക്കിയ ശില്പിക്ക് കുതിരയെക്കുറിച്ചോ കഴുതയെക്കുറിച്ചോ വ്യക്തമായ ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാനായിട്ട്. മാത്രമല്ല അതിന് താഴെയുള്ള വ്യാലി എന്ന് പറയുന്നത് ശരിക്കും അമ്പലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന വ്യാളിയുടെ അതേ രൂപം തന്നെയാണ് അതിനകത്തുള്ളത്. അതുപോലെ രാജകുമാരി ഇരിക്കുന്നുണ്ട്. രാജകുമാരിയുടെ വേഷഭൂഷാദികളും കാതുകളും കണ്ണുകളും എല്ലാം തന്നെയും ഈവൻ കൈ കൂപ്പി പിടിച്ചിരിക്കുന്ന രീതി പോലും ഇങ്ങനെ ഉള്ളിലേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്ന പതിപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ സ്റ്റാച്യുവിനകത്തും ഈ സിങ്ക്രറ്റിസം, ബുദ്ധിസ്റ്റ് ആർട്ടിൻ്റെയും ക്രിസ്ത്യൻ ആർട്ടിൻ്റെയും ഒരു സിങ്ക്രറ്റിസം സമന്വയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 3 സ്റ്റാച്യൂസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഡസനിൽ കുറയാത്ത ഫോറിനേഴ്സ് ഈ മ്യൂസിയം സന്ദർശിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവനുസരിച്ച് 6 or 7 ആർട്ടിക്കിളുകൾ തന്നെ ഈ സ്റ്റാച്യൂസിനെ ബേസ് ചെയ്ത് എഴുതപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ. ഇവിടെ വന്ന പലരും റിസർച്ച് സ്കോളേഴ്സ് ആയിരുന്നു, ചിലർ ഹിസ്റ്റോറിയൻസ് ആയിരുന്നു, ചിലർ ഈ ബുദ്ധിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും ക്രിസ്ത്യൻ കൾച്ചറും തമ്മിലുള്ള ആ സിങ്ക്രറ്റിസത്തെക്കുറിച്ച് പഠിക്കുന്നവരായിരുന്നു. അപ്പോൾ ഈ സിങ്ക്രറ്റിസം എന്താണ് എന്ന് പഠിക്കുന്നതിന് കൃത്യമായി എഴുതപ്പെട്ട റെക്കോർഡുകളുടെ ആബ്സെൻസിൽ ഇത്തരം സ്റ്റാച്യൂസ് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുകയാണ്. ഇത് 17-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ ഉണ്ടാക്കിയതാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. കാരണം വിദേശീയ സ്റ്റാച്യൂസ് എല്ലാം ഇവിടേക്ക് ഉദയംപേരൂർ സൂനകദോസിന് മുമ്പ് സ്റ്റാച്യൂസ് ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാനതിനെ ഒന്ന് തിരുത്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്റ്റാച്യൂസ് വണങ്ങാനായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ദേവാലയങ്ങളിൽ ഹിന്ദുക്കൾ സ്റ്റാച്യൂസ് ഉപയോഗിച്ചിരുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവരെ അനുകരിച്ച് ഒരു പക്ഷേ വണക്കത്തിന് വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിരിക്കാം എന്ന് ഒരു അനുമാനത്തിലേക്ക് എത്താനായിട്ട്, അങ്ങനെ ഒരു വഴി മറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ട് ഇത് മാറുന്നു. അതൊന്നാമത്തെ കാര്യം. 2, ഈ സിങ്ക്രറ്റിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ക്രിസ്തീയ സമൂഹം ഇവിടെ രൂപം കൊള്ളുമ്പോൾ ഇവിടെ അന്ന് 1-ാം നൂറ്റാണ്ടിൽ പ്രബലമായിരുന്ന ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളും ഉണ്ട്. ആ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ക്രിസ്തീയ സമൂഹം, തോമാസ് ലീഹ വരുമ്പോൾ ക്രിസ്തീയ വിശ്വാസം പ്രസംഗിച്ച്, സുവിശേഷം പ്രസംഗിച്ച് ക്രിസ്തീയ സമൂഹം രൂപപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ആ ആർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇവരുടെയും ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടുത്തെ ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ബുദ്ധമതവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പഠിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന, ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിക്ക് അതിലേക്ക് വെളിച്ചം വീശുന്ന ചില ഉപകരണങ്ങളായിട്ട്, റെക്കോർഡുകളായിട്ട് ഈ സ്റ്റാച്യൂസ് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. അത് ഗവേഷണം നടത്തി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന സിങ്ക്രറ്റിസം എന്തുമാത്രം ആഴത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എഴുതപ്പെട്ട രേഖകളുടെ അഭാവത്തിൽ ഇത്തരം സ്റ്റാച്യൂസും ഇത്തരം ആർട്ടിഫാക്ട്സും, അത് മ്യൂസിയത്തിനുള്ളതാകാം, പള്ളികളിലുള്ളതാകാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള കുറേ സത്യങ്ങൾ ഗവേഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം.